നമ്മുടെ ജാഥാംഗങ്ങളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച അതായിരുന്നു ഇന്നലെ. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. നമ്മൾ ഇത്രയും നാൾ ഒരു അതിശയോക്തി പറഞ്ഞുകൊണ്ട് നടന്നില്ലായിരുന്നോ? ബംഗാളികളാണ് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നത്, വേറെ ആരെയും കിട്ടാനില്ല എന്ന്. പക്ഷേ അവരുടെ ശബ്ദം നമ്മൾ കേട്ടിരുന്നില്ല, അവരുടെ സാന്നിധ്യം നേരിട്ട് നമ്മൾ അനുഭവിച്ചിരുന്നില്ല. അത് യാഥാർത്ഥ്യമായി. അരേ ഭായി, ये ബാനറൊക്കെ കൈസേ സംഘടിപ്പിച്ചു ഹേ. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. ഓ, നമ്മുടെ റേഷനാട്ടയുടെ പവറാണ്. ആ ഇൻക്ലാബിന്റെ ഒക്കെ ഒരു ശക്തി കണ്ടോ? അവർക്ക് പിന്നെ വെയിലും മഴയും ഒന്നും ഒരു കാര്യമല്ല. പണിയെടുക്കുന്ന കാര്യത്തിൽ അവരെ കഴിഞ്ഞേ ഉള്ളൂ. പണവും ബടാപവും നമുക്കുണ്ടോ, സൈറ്റുണ്ടല്ലോ, സൈറ്റിൽ പണിയുണ്ടല്ലോ. എന്നാലും നല്ല പണിക്കാരെ നോക്കി തിരഞ്ഞെടുത്ത് നിർത്തിയല്ലോ മാസ്റ്ററെ. അവർക്കൊക്കെ അവിടെ വന്നതിന്റെ കൃതജ്ഞതയായിട്ട് അപ്പം കൊടുക്കുന്നുണ്ടെങ്കിലേ ഗോതമ്പിലുള്ളത് കൊടുക്കണേ. പച്ചരി അവർക്ക് വലിയ പിടിയില്ല. ഞങ്ങളെ കുറിച്ച് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു? ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിയാ പോരെ? അത് ശരി. ഞാൻ കേട്ടായിരുന്നു, അതിഥി തൊഴിലാളികളൊക്കെ സൈഡ് ബിസിനസ്സുകളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്, ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ പരിപാടികളൊക്കെ അവര് മണിക്ക് വേണ്ടി നടത്തുന്നുണ്ട് എന്നൊക്കെ. ഇതിപ്പോ നല്ലൊരു മേഖലയായല്ലോ. ഇവർക്ക് വോട്ടുണ്ടോ മാസ്റ്റർ ഇപ്രാവശ്യം? ഏതായാലും പാവങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യം കാശ് കൊടുത്താൽ പോലും വിളിക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. ഇവിടുത്തെ അവസാന കാലത്തും അവരുടെ ശബ്ദം തന്നെ ഉയരട്ടെ, അതായിരിക്കും നിയോഗം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ ഉച്ചാരണ ശുദ്ധി, എന്താ ആവേശം! മലയാളികൾ വിളിക്കൂ ഇതുപോലെ. ഒരു കാരണവശാലും യുവമാരെ ഇവിടുന്ന് വിടരുത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? കുറെ പേരൊക്കെ പറയുന്നത് നിന്ന് ജയ് വിളിക്കുന്നവന്മാരില് ബംഗാളിലെ ബ്രാഞ്ച് സെക്രട്ടറി മറ്റേ MLA വരൊക്കെ ഉണ്ടെന്നാ. അരെ ബായ്, ഇവിടെ ഹാൻസ് ഒന്നും നഹി കിട്ടൂല. അത് കിട്ടുമെന്നും പറഞ്ഞ് ആവേശം കൂട്ടണ്ട. 500 പറഞ്ഞിട്ടുണ്ട്, 500 കിട്ടും എന്ന് വിചാരിക്കാം. പിടിച്ചു വാങ്ങിക്കുന്നതൊക്കെ നിങ്ങളുടെ മിടുക്ക്. ഈ ആവേശം പൈസ പിടിച്ച് വാങ്ങിക്കാനും കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വിളിച്ചാൽ വന്ന് പങ്കെടുക്കത്തില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. എന്ത് കോംപ്രമൈസ് വേണേ ചെയ്തോളും. 100-100 രൂപ എക്സ്ട്രാ വേണേ തന്നോളും. കാരണം അത്രയ്ക്ക് ആളിനിപ്പം പഞ്ഞമാണ്, മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നിരന്തരം പൊറോട്ട തീറ്റിക്കാൻ വേണ്ടി മാവ് കുഴയ്ക്കുന്ന കൈകൾ കൊണ്ട് നീട്ടി ആവേശത്തോടെ ഈ മുദ്രാവാക്യം വിളിക്കാൻ ഒരു അവസരം കൊടുത്തതിന് അങ്ങോട്ട് നന്ദിയുണ്ട്. സമാധാനം, സന്തോഷമൊക്കെ പാട്. അവർക്കും വേണ്ട ഒരു ചേഞ്ച്. എന്നും ഈ പൊറോട്ട അടി, കല്ല് ചുമക്കല്, ഇതൊക്കെ തന്നെയല്ലേ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ, അവർക്കൊരു സന്തോഷം. ഇനി ഇതും ഒന്നും പോരാ. ഇവർക്ക് വേണ്ടി, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ കേരളോത്സവം ഇല്ലേ എന്ന് പറയുന്നത് പോലെ അതിഥി ഉത്സവങ്ങളോ അങ്ങനെ വല്ലതും ഒക്കെ നടത്തണം. അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ അവർക്ക് പുറത്തെടുക്കാൻ ഒരു സാഹചര്യം കൊടുക്കണം. പിന്നെ ഗോവിന്ദൻ മാസ്റ്ററെ, ആളെ കൂട്ടാനും ആളുകളുടെ ശ്രദ്ധ നേടാനും ആണെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു ഭജൻസ് ടീമില്ലേ, പിള്ളേരുടെ കൊച്ചു പയ്യന്മാര് കുറച്ച് പേരുള്ള നന്ദഗോവിന്ദ ഭജൻസ് ആണെന്ന് തോന്നുന്നു. അത് പിന്നെ സ്റ്റേജില് വലിയ ബഹളമൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി റാപ്പോ കോപ്പോ എന്തൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതിനൊക്കെ കുറെ പിള്ളേരൊക്കെ കൂടും. നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് അറിയത്ത് പോലും ഇല്ല. അവർക്ക് ഇടയിൽ നമുക്കൊരു പുതിയ പബ്ലിസിറ്റിയും കൂടിയാവും. ആ വഴികളും കൂടെ ഒക്കെ പിടിച്ചു നോക്ക്. ഏതായാലും 500-600 ഒക്കെ വെച്ച് ഓരോരുത്തരും കൊടുക്കണം. ആ പൈസ എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാമല്ലോ. അപ്പൊ നമ്മൾ കലയെ വളർത്തുന്നു എന്നും കൂടി അവകാശപ്പെടാം. എക്സ്ട്രാ ബോണസ്. അതെങ്ങനെ നിന്നെ പോലൊരു മര കഴുതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാസ്റ്റർക്ക് ഷാൾ അണിയിച്ചത് പണ്ടത്തെ ബംഗാൾ മുഖ്യമന്ത്രിയാണെന്നൊക്കെ ശത്രുക്കൾ പറയുന്നുണ്ട്. തന്നെ എന്നാ പിന്നെ മാസ്റ്ററുടെ യോഗം, മാസ്റ്ററേക്കാൾ ഫാൻസ് അങ്ങേർക്ക് അവിടെ ഉണ്ടെന്നാ പറയുന്നത്. ആദ്യം ഞാൻ ജാഥ ഉദ്ഘാടനം ചെയ്ത സ്ഥലത്ത് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതോടുകൂടി ആളുകൾ പോയി. എന്തൊരു വിഷമമെന്നറിയോ? ആള് പോയതിനെ പറ്റി. അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ കുറെ ആൾ എന്തായാലും പോകും.
കാര്യം ആളില്ലാ കസേരകളെ കുറിച്ച് നമ്മൾ നടത്തിയ വീഡിയോകളൊക്കെ ഗുണം ചെയ്തു കേട്ടോ. ആളെ എങ്ങനെ തികയ്ക്കും, എങ്ങനെ ആളെ കൂട്ടാന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നാണ് മിയാസ്റ്റർ ഇപ്പൊ കാണിച്ചത്. കൊള്ളാം, ഗംഭീരം. ഇത് ചെറുത്ത് ഫ്ലാഷ് ബാക്ക്. നാളെ വന്നാൽ നിങ്ങൾക്ക് 2000 രൂപ ദോശ. ആരെന്ത് വെച്ചാലും ഇത് പറഞ്ഞാൽ മതി. തും ചുപ്പ് ചാപ്പ് ബൈട്ടോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന സത്യം പറയണം. അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി, നൂറുകണക്കിന് ആളുകൾ. അവരെ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്, അവരെ തന്നെയാണ് ഹാരാർപ്പണം നടത്തിയത്. മനോഹരം, ഗംഭീരം. ഇതിനൊക്കെ നമ്മുടെ 10 വർഷത്തെ ഒരു ഭരണ നേട്ടമായിട്ട് കൂടി നമ്മൾ കണക്കാക്കണം കേട്ടോ. തനിക്ക് ആളെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ആളെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ആയിക്കോട്ടെ. കേരളത്തിലുള്ള മനുഷ്യരെല്ലാം നാട് വിടുകയാണ്. ബംഗാളികളൊക്കെ ഇവിടെ കൂടി വരുന്നു. ചില സ്ഥലങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇത് കേരളം തന്നെയാണോ, ഒറ്റ മലയാളികളെ കാണത്തില്ല. മിക്ക കടകളിലും ഇപ്പൊ അവര് തന്നെ സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ക്ലോസറ്റിന്റെ മേളിൽ വെച്ച് ഇഡലിയുടെ മാവെല്ലാം കൂടെ കൂട്ടുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നില്ലേ? ആ കട പോലും പൊട്ടിച്ച് കാണത്തില്ല. ഇവരാണ് ഇനി ഇവരുടെ നിലനിൽപ്പിന് ആധാരം. നമുക്ക് കിട്ടിയ നിധികളാണ് ഇവര്. അതുകൊണ്ട് മലയാളികളെ തഴഞ്ഞാലും ബംഗാളികളെ തഴയൂല. മനസ്സില്ല പോരെ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഇലക്ഷന് തോറ്റ സമയത്ത് ഗോവിന്ദ മിയാസ്റ്റർ പറഞ്ഞില്ലേ, ജനങ്ങളോട് കുറച്ചുകൂടി മയത്തിലൊക്കെ പെരുമാറണം, അവരോട് ഏറ്റവും അടുത്ത് നിന്ന് സംസാരിക്കണം, അവരോട് നമ്മുടെ തലക്കനം കാണിക്കരുത്. ഇങ്ങനെയുള്ള പെരുമാറ്റ ശൈലികളാണ് ഗോവിന്ദ മിയാസ്റ്റർ ഉദ്ദേശിച്ചത്. ബെസ്റ്റ്. അതായത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങനെ ഫണ്ട് വെട്ടിച്ചെന്ന്, അപ്പൊ നിങ്ങൾക്ക് പറയാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു ഉത്തരവാദിത്തമില്ലെന്ന് ചോദിച്ചപ്പോ മനസ്സില്ല, അത്രേ ഉള്ളൂ. കുഞ്ഞീഷൻ പറയുന്ന ഓരോ ദിവസം മറുപടി പറയാൻ ഈ ജാതകം ഉത്തരവാദിത്തം. കഷ്ടം. അവസ്ഥ എവിടെ ചെന്നാലും വികസനത്തിനെ കുറിച്ച് തള്ളാൻ വേണ്ടി മൈക്കെടുത്ത് മുന്നോട്ട് വെക്കുമ്പോഴേ ചോദ്യം വരുന്നത് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചതും സ്വർണ്ണക്കൊള്ളയുടെ കാര്യമൊക്കെയാണ്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ വികസന മുന്നേറ്റ യാത്ര എന്നുള്ള പേര് മാറ്റിയിട്ട് അഴിമതി വിശദീകരണ യാത്ര എന്നാക്കുന്നതായിരിക്കും ആപ്റ്റ്. കുഞ്ഞേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ പറയുന്നതെല്ലാം തെറ്റാ, അയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്നാ പറയുന്നത്. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. എന്നാലും അത് മോശമല്ലേ മാഷേ? 5-6 ദിവസം മുന്നേ വരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളല്ലേ. അപ്പോ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെയൊക്കെ മുന്നിൽ വെച്ച് അയാൾ പറയുന്നതൊക്കെ തെറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോന്നാ മനസ്സിലാക്കേണ്ടത്? ഞാനത് പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് കളവും പറയാൻ യാതൊരു മടിയും ഉറപ്പുമില്ലാത്ത സൈസുകളോട് എന്ത് പറയാനാ? നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. അത് അടഞ്ഞ അധ്യായമാണ്. ഞങ്ങള് പണ്ടേ കഴിഞ്ഞ ജന്മത്തിലെ പുറത്താക്കിയ ആളാണ്. അയാൾ പറയുന്നതിനൊന്നും മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഫണ്ടിന്റെ കണക്കൊന്നും നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല എന്നൊന്നും പറയാതെ ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. രക്തസാക്ഷി ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്തു, എത്ര രൂപ കിട്ടി, അതെങ്ങനെ ചെലവാക്കി എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ലൈവായിട്ട് വിശദീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ധൈര്യമായിട്ട് അങ്ങോട്ട് പറയാൻ എന്നാത്തിന്റെ കുറവാ മിയാസ്റ്ററെ? പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. വെറുതെ ജപിച്ചുകൊണ്ടിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിക്കും കുഞ്ഞികൃഷ്ണ കേട്ടോ. ഞങ്ങൾ എന്തിനാ കുഞ്ഞികൃഷ്ണ എന്ന് ജപിക്കുന്നത്? പോറ്റിയേ ഇറക്കിയേ, ഞങ്ങൾ അതൊക്കെ ജപിച്ചോളാം. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട. ഈ ജപം ഇലക്ഷൻ വരെ തുടരണം, അത് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. എന്നാലും ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളല്ലേ, മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ലേ. അവർ ആ കഴിവ് ഉപയോഗിച്ചവർ കാണും, മനസ്സിലാക്കും. 10-50 കൊല്ലം പാർട്ടിയിലുണ്ടായിരുന്ന ഒരാള് വളരെ ഗൗരവമുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോ അതിനൊന്നും മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കൊന്നുമില്ല. അത് ഞങ്ങളൊരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. നിങ്ങൾ ശുദ്ധ അസംബന്ധ ചോദ്യമാണ്. അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല. ഇങ്ങനെ മുഖത്ത് ഇത്തിരി പുച്ഛം തേച്ചങ്ങ് സംസാരിച്ച ജനങ്ങളങ്ങ് ഒതുങ്ങത്തില്ല. ആ ചോദ്യം അങ്ങ് ഇല്ലാതാകത്തില്ല, ചോദ്യത്തിന്റെ പ്രസക്തിയും ഇല്ലാതാകുന്നില്ല. അത് അങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നത് വരെ. ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന പലതും പുറത്ത് കൊണ്ടുവരും. എന്നോട് കാര്യം പോകുന്നില്ല. ആരാ വെല്ലുവിളിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാൾ പിന്നെ എന്ത് വെല്ലുവിളി വിളിക്കണം? ഞങ്ങളതൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് മലയാളിലെ പറയുന്നത്.
അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. തട്ടിപ്പുവാദികളും ഇരവാദികളും തമ്മിൽ കാലാകാലങ്ങളായി അകൽച്ചയിലായതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെ അസ്ഥാനത്തുള്ള അനാവശ്യങ്ങളായിട്ട് കാണുവാൻ മാത്രമാണ് താത്വികാചാര്യൻ ഇഷ്ടപ്പെടുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അദ്ദേഹം പറയുന്നത് കുറെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ്. ആയിക്കോട്ടെ. ആ ശരീരഭാഷയാണ് ശ്രദ്ധിക്കേണ്ടത്. ജനങ്ങളെല്ലാം ഈ ഒരു മുഖഭാവം, സകല നേതാക്കളുടെയും സ്ഥായി ഭാവം ഇപ്പൊ ഇതായിട്ടുണ്ട് ഇവരുടെ. അത് മനസ്സിൽ കൃത്യമായിട്ട് ഒന്ന് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കുക. വോട്ട് ചെയ്യാൻ പോകുമ്പോഴും ഇവർ ഓരോ കാര്യങ്ങൾ തള്ളുമ്പോഴും ഒക്കെ ആ മുഖമായിരിക്കണം മനുഷ്യരുടെ മനസ്സിൽ ആവർത്തിച്ച് വരേണ്ടത്. അപ്പം യാഷ്ട്ര, നിങ്ങളുടെ ജപം തുടരട്ടെ, ഞങ്ങളുടെ ജപം ഞങ്ങൾ തുടർന്നോളാം. കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിക്കാനോ, എല്ലാവരെയും കുറച്ചു കാലവും, എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാന്നുള്ള തന്റെ മോഹനി നടക്കത്തില്ലല്ലോ.